ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലുടനീളം യജ്ഞങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തിവരുന്ന ഡോക്ടർ ബ്രഹ്മശ്രീ പള്ളിക്കൽ സുനിലാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. സ്വാമി, ഇന്നത്തെ കാലത്ത് ആത്മീയ പ്രഭാഷണങ്ങൾക്കുള്ളൊരു പ്രസക്തി എന്തായിരുന്നു? കാലം മാറി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ശാസ്ത്രവും ആധ്യാത്മികതയും ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടൊക്കെ ശാസ്ത്രം മാത്രം മുൻനിർത്തി ചിന്തിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ ശാസ്ത്രത്തിനേക്കാൾ പ്രാധാന്യം ആധ്യാത്മികതയ്ക്കുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ശാസ്ത്രജ്ഞന്മാർ പോലും അവർ നടത്തുന്ന പ്രവർത്തനങ്ങളും കർമ്മങ്ങളും വിജയത്തിലെത്തണമെങ്കിൽ ഒരു ദൈവീയ ശക്തി, ഒരു ഗുരു കടാക്ഷം വേണം എന്ന് തുറന്ന് പറയുന്നവരായതുകൊണ്ട് ജനങ്ങളും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ആധ്യാത്മികത സ്കൂളിലും കോളേജിലും പഠിപ്പിക്കാത്ത ഒരു വിഷയമാണ്. സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാൻ, ആധ്യാത്മികമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണെന്നൊരു തോന്നൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് മതവ്യത്യാസമൊന്നുമില്ല. പക്ഷെ ക്രൈസ്തവർ പള്ളിയിൽ പോകുന്നത് പോലെ, മുസ്ലിങ്ങൾ മോസ്കിൽ പോകുന്നത് പോലെ, ക്രൈസ്തവർ ബൈബിളിനെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ, മുസ്ലിങ്ങൾ ഖുറാനെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ, ഹിന്ദുക്കൾ ഗുരുക്കന്മാരെയും ക്ഷേത്രങ്ങളെയും നമ്മുടെ ഗ്രന്ഥങ്ങളെയും പ്രയോജനപ്പെടുത്താത്തവരാണ്. ഒരു നിധി പോലെ ഇത് അവരുടെ കൺമുന്നിലുണ്ടെങ്കിലും, അവരുടെ വീട്ടിലുണ്ടെങ്കിലും ഇതിനെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കാത്തവരാണ്. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ ആധ്യാത്മികതയിലേക്ക് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ എവിടെ ചെന്നാലും ഇന്ന് പ്രഭാഷണം ശ്രദ്ധിക്കാനാകും. പ്രസംഗം കേട്ട് അതിനെ വിലയിരുത്തി അത് അവരുടെ ജീവിതവുമായി താദാത്മ്യപ്പെടുത്തി പോയാൽ ഇതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഭൂരിഭാഗം ആളുകൾക്കും തോന്നുന്ന ഒരു കാലം. കാരണം ഞങ്ങളുടെ കർമ്മം നിഷ്കാമമായ, ഒന്നും പ്രതീക്ഷിക്കാതെ ഗുരുക്കന്മാർ എഴുതി വെച്ചത് ഇന്നതാണ്, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് സത്യമാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. സത്യമാണെങ്കിൽ അതിനെ പിന്തുടരുക, സത്യമല്ലെങ്കിൽ കളഞ്ഞേക്കുക. ഇത് ശക്തമായി പറയുമ്പോൾ വ്യക്തമായി അത് മനസ്സിലാക്കിയ ധാരാളം ആളുകൾ. എന്നാൽ പിന്നെ അതൊന്ന് നോക്കാം. ജീവിതം ഇത്രയും കാലമായി പല ഭൗതിക കാര്യങ്ങളിലും നമ്മൾ വിജയിച്ചെങ്കിലും ആധ്യാത്മികമായ ഒരു ജീവിത കർമ്മത്തിൽ ചില പരാജയങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇതിന് പരിഹാരം എന്താണ് എന്ന് അവർക്ക് അന്വേഷിച്ചിട്ട് വ്യക്തമാണ്. പിന്നെ അന്ധവിശ്വാസങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും സഞ്ചരിച്ച ആൾക്കാർക്ക് ഗുരുദേവ കൃതികളൊക്കെ വായിച്ചപ്പോൾ ഇത് കാലാതീതമാണ്, കാല അവലോകനം കാര്യസാധ്യം എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഓരോരോ വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഭാഗവതം വായിക്കുമ്പോഴും, രാമായണം വായിക്കുമ്പോഴും, മഹാഭാരതം വായിക്കുമ്പോഴും, ശിവപുരാണം വായിക്കുമ്പോഴും അതിനെ ഇന്നത്തെ കാലഘട്ടവുമായി പൊരുത്തപ്പെടുത്തി വിശദീകരിക്കുമ്പോൾ പുതിയ തലമുറയ്ക്കും അതിൽ താല്പര്യം വർദ്ധിക്കും. മുതിർന്നവർ അതേ ചിന്തിക്കൂ, അല്ലെങ്കിൽ പ്രഭാഷകന്മാർ ഇന്നതേ പറയൂ, ഞങ്ങളൊക്കെ ആധുനിക യുഗത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയ്ക്ക് ഇതിൽ സത്യമുണ്ട് എന്ന് അവരുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് മനസ്സിലായി. അത് ആശാവഹമായ ഒരു പുരോഗതിയാണ് ഇന്നത്തെ കാലത്ത് നൽകുന്നത്. സ്വാമി, നമ്മളിപ്പോ ക്രിസ്തീയ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവരെല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ ഒത്തുകൂടുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളും അവരെല്ലാ വെള്ളിയാഴ്ചകളിലും ഒത്തുകൂടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹിന്ദുക്കളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഏകീകരണം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ടാണ് ഒരു ആചാര്യനും സാധ്യമാവാഞ്ഞത്? അങ്ങനൊരു കാര്യം അതൊരു പരമമായ സത്യമാണ്. ക്രൈസ്തവർ എത്ര വിദ്യാഭ്യാസം നേടിയാലും, എത്ര അക്കമുള്ള ശമ്പളം വാങ്ങിയാലും ഞായറാഴ്ച കുടുംബശ്രീതം പള്ളിയിൽ ബൈബിൾ മേന്തി പോകും. ഇപ്പൊ മുസ്ലിം പിയൂണായാലും ജില്ലാ കളക്ടർ ആയാലും വെള്ളിയാഴ്ച അവർക്ക് നിശ്ചയിക്കപ്പെട്ട 12:30 മണി സമയം പള്ളിയിൽ എത്തിയിരിക്കും, നിസ്കരിച്ചിരിക്കും. പെരുന്നാളും അവരുടെ വ്രതാനുഷ്ഠാനങ്ങളും അവർ കൃത്യമായി അനുസരണയോടെ പാലിക്കും. ചോദിച്ച ചോദ്യം വളരെ പ്രസ്താവയോഗ്യമാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ അതിന് തടസ്സം നിൽക്കുന്നത് ഇപ്പോഴും ജാതി ചിന്തയും രാഷ്ട്രീയ ചിന്തയുമാണ്. ഹിന്ദു എന്ന പൊതുവായ ഒരു സമീപനത്തിലേക്ക് മനുഷ്യൻ ഇപ്പോഴും എത്തിയിട്ടില്ല. അപേക്ഷ എഴുതുമ്പോൾ റിലിജിയൻ എന്ന കോളത്തിൽ ഹിന്ദു എഴുതുന്നവർ പോലും ഞാനൊരു ഹിന്ദു ആണ് എന്ന് പരസ്യമായി സമ്മതിക്കാൻ പ്രയാസമാണ്. ഒന്ന്, ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ഈഴവരുടെ ഗുരു, ചട്ടമ്പി സ്വാമി നായരുടെ ഗുരു,
ശങ്കരാചാര്യർ ബ്രാഹ്മണന്റെ ഗുരു, അയ്യൻകാളി പറയരുടെ ഗുരു, ശുഭാനന്ദ ഗുരുദേവൻ അവസ്ഥിതന്റെ ഗുരു, ഇങ്ങനെ ഒരു ചിന്ത ഇപ്പോഴും ഹിന്ദുക്കളിലുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴും വേദാന്തമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സംഘാടകരായാലും കേട്ടവരായാലും ഞങ്ങളുടെയും ജാതി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ പേരെന്താ, അച്ഛന്റെ പേരെന്താ, ഈ കൃതികളൊക്കെ വായിച്ചത് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയും ഏതെങ്കിലും ഒരു അമ്മയുടെയും അച്ഛന്റെയും മകനായി അവർ ജനിച്ചെന്നേ ഉള്ളൂ. മഹാത്മാക്കളുടെ ഗുരുക്കന്മാരുടെ കുടുംബമോ കുലമോ മാതാപിതാക്കളെയോ ശ്രദ്ധിക്കണ്ടാവും. പരാശരമുനിയായാലും വേദവ്യാസനായാലും ശബരിയായാലും ഗുഹനായാലും അവരെല്ലാം പിന്നോക്കക്കാരാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും യാദവനാണ്, ഷെഡ്യൂൾ ട്രൈബാണ്. SC ST എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഷെഡ്യൂൾ ട്രൈബാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, യാദവൻ. ഉത്തമനായ ഗുരുവിനോടൊത്ത് ചേർന്നപ്പോ ബ്രഹ്മജ്ഞാനിയായി. ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ അർത്ഥം പൂന്നുരുട്ട ആളെന്നല്ല. ജ്ഞാനമുള്ളവൻ, അറിവുള്ളവൻ, വിവേകമുള്ളവൻ, സംസ്കാരമുള്ളവൻ. തന്റെ സാന്നിധ്യം കൊണ്ട് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റി വിജ്ഞാനത്തിന്റെ പ്രകാശം വരുത്തുന്ന ഗുരുവിൽ കുടുംബമോ ജാതിയോ നോക്കരുതെന്നാണ്. പക്ഷെ ഇതെല്ലാം പറയുന്നെങ്കിലും ഹിന്ദുക്കളുടെ ഉള്ളിൽ ഇതുണ്ട്. ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. എല്ലാവരും അവരവരുടെ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാകാനാണ് പരിശ്രമിക്കുന്നത്. പൊതുവായ ഒരു സമൂഹത്തിന്റെ ഔന്നത്യത്തിന് വേണ്ടിയുള്ള പരിശ്രമമല്ല. ക്രൈസ്തവർക്ക് ഞായറാഴ്ച പോലെ, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ, ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ദിവസം എല്ലാ ദിവസവും പ്രാധാന്യമുള്ളതാണെങ്കിലും വ്യാഴമാണ്. വ്യാഴം തെളിഞ്ഞാൽ എല്ലാം തെളിഞ്ഞു, വ്യാഴം മറഞ്ഞാൽ എല്ലാം മറഞ്ഞു. വ്യാഴത്തിന് ഗുരുവാരം എന്നാണ് പറയുന്നത്. അപ്പൊ അമ്മയും അച്ഛനും ഗുരുവും അതിഥിയും കഴിഞ്ഞേ ഈശ്വരൻ ഉള്ളൂ എന്ന് നമുക്ക് ഈശ്വരന്മാർ പോലും കാണിച്ചു തരുന്നു. മഹാഗണപതിയും അയ്യപ്പസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമ ഭഗവാനും ഒക്കെ കാണിച്ചു തന്ന അതാണ്. ഗുരുക്കന്മാർ ഇവരെ ദർശിച്ച് അവർ കണ്ടതിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താണ്. പക്ഷെ നിർഭാഗ്യവശാൽ ക്രൈസ്തവർ, കാത്തലിക്സ്, യാക്കോബ, പെന്തക്കോസ്തേ, സുറിയാനി എന്നൊക്കെ ഉണ്ടെങ്കിലും ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ അവർ ഒരേ മനസ്സോടെ ഒത്തുപോകും. ബൈബിൾ അവരുടെ ആധികാരിക ഗ്രന്ഥമാണ്. സുന്നി, സിയ എന്നൊക്കെ പറഞ്ഞ് പല അവാന്തര വിഭാഗങ്ങൾ മുസ്ലിമിലുണ്ടെങ്കിലും മുസ്ലിം എന്ന് പറയുമ്പോൾ, ഖുറാൻ എന്ന് പറയുമ്പോൾ, മോസ്ക് എന്ന് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വികാരം പല ജാതി ചിന്ത വെടിഞ്ഞ് ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ ഗുരു, എൻ്റെ അടുത്തേക്ക് വരുന്ന അതിഥി, ഇതൊക്കെ കഴിഞ്ഞ് ഈശ്വരന്റെ അടുത്തേക്ക് ചെല്ലാവൂ എന്ന് ഈശ്വരന്മാർ പറഞ്ഞതിനെ പോലും അവഗണിച്ച് ഹിന്ദുക്കൾ വിഘടിച്ച് നിന്നാൽ, വിഭാഗീയത ഉണ്ടാക്കിയാൽ മറ്റു ചിലർക്ക് അതൊരു ആശ്വാസമാണ്. രാഷ്ട്രീയ ചിന്തയും ഇതിന് ഒരു പരിധിവരെ കളമിരിക്കും. നിരീശ്വരവാദവും യുക്തിവാദവും അതിന് വളമായി, തണലായി, വെള്ളമായി. അപ്പൊ ജാതി ചിന്തയ്ക്കും രാഷ്ട്രീയ ചിന്തയ്ക്കും വളവും വെള്ളവുമായി ഈ യുക്തിവാദവും നിരീശ്വരവാദവും കൂടി ഹിന്ദുക്കളിൽ വന്നപ്പോ ഗുരുവിനെയും ഈശ്വരനെയും മാനിക്കാത്ത ഒരു ഭൂരിഭാഗം പുരുഷന്മാർ, എൻ്റെ അനുഭവമാണ്. അച്ഛനെ പേടിച്ച് അമ്പലത്തിൽ വരുന്ന മക്കളും ഭർത്താവിനെ പേടിച്ച് വരുന്ന ഭാര്യയും, അമ്പലത്തിൽ വരുന്ന ഭാര്യയും ക്രൈസ്തവരില്ല. ക്രൈസ്തവർ ഒരുമിച്ച് ഇരിക്കുകയാണ് അവരുടെ ഗ്രന്ഥവുമായി, ഒറ്റക്കെട്ടാണ്. 5 ക്രിസ്ത്യാനി ഒരു വീട്ടിലുണ്ടെങ്കിൽ 5 ബൈബിളുണ്ട്. 7 മുസ്ലിങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ 7 ഖുറാനുണ്ട്. ഇപ്പൊ 53ാമത്തെ വർഷത്തെ യജ്ഞമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് എന്നാൽ നമ്മൾ പറയും ഒരു 53 പേരുടെ കയ്യിലെങ്കിലും ഭാഗവതവും രാമായണവും ഉണ്ടാവണം. വളരെ നിരാശയാണ് ഫലം. 100 വീട്ടിൽ കയറി നോക്കിയാൽ 5 വീട്ടിൽ പോലും ഈ ഗ്രന്ഥങ്ങളില്ല. അപ്പൊ എൻ്റെ ഒരു എളിയ അനുഭവം, ഒരു ക്രൈസ്തവ കുട്ടി 15 വയസ്സാകുമ്പോൾ ബൈബിൾ പൂർണ്ണമായും അവൻ വായിച്ചിരിക്കും, കേട്ടിരിക്കും. മുസ്ലിം ഒരു 15 വയസ്സെത്തുമ്പോൾ ഈ ഗ്രന്ഥത്തെ പറ്റി ആധികാരികമായ ഒരു ധാരണ ഉണ്ടാവും. അവരുടെ അച്ഛനോടൊപ്പമാണ് അവർ പള്ളിയിൽ പോകുന്നത്, അമ്മ വീട്ടിലിരിക്കുകയാണ്. ക്രൈസ്തവർ കുടുംബസഹിതം പള്ളിയിലാണ്. ഈ ഒരു സൗഭാഗ്യം ഹിന്ദുക്കൾക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഈ നിരീശ്വരവാദവും യുക്തിവാദവുമാണ്. അത് ജാതി ചിന്തയെക്കാളും രാഷ്ട്രീയ ചിന്തയെക്കാളും വിഷമാണ്. ഈശ്വരനില്ല, പ്രപഞ്ചമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, ഗുരുവില്ല, അമ്മയില്ല, അച്ഛനില്ല, ഞാൻ ഈ സാമ്രാജ്യത്തിലെ ഛത്രപതിയാണെന്ന് പറഞ്ഞ് വാഴുന്ന ആ ഒരു അഹംഭാവം, അതാണ് ഈ പറഞ്ഞതിന് കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. സ്വാമി, നമ്മളിപ്പോ പറഞ്ഞല്ലോ ക്രിസ്തീയ സഭയിലാണെങ്കിൽ അവർക്ക് ഇന്ന ദിവസം ചെന്നില്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഫൈൻ ഉണ്ട്. ഇപ്പൊ മുസ്ലിംസിന്റെ ഇടയിലാണെങ്കിലും അവർക്ക് അടക്കണമെങ്കിലൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനൊന്നും സാധ്യമാവില്ല, അല്ലെങ്കിൽ ഇന്ന ഒരു ഫൈൻ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്.
നമ്മൾ ഹിന്ദുക്കളിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ നിശ്ചിതമായ കർക്കശമായ റൂൾസ് ഒന്നും ഇല്ലാത്തത്. അപ്പം അതിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? മറ്റ് രണ്ട് മതങ്ങളിലും കുറച്ചുകൂടി കർക്കശമാണ്. പള്ളിയിൽ ചെന്നില്ലെങ്കിൽ, മോസ്കിൽ ചെന്നില്ലെങ്കിൽ അവരുടെ വിവാഹങ്ങൾക്ക്, ജനന കർമ്മങ്ങൾക്ക്, മരണാനന്തര കർമ്മങ്ങൾക്ക് അവരുടെ ആചാര്യന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ഇതിപ്പോ ഈ വക കാര്യങ്ങളൊന്നും ആചാര്യ സാന്നിധ്യം ഇല്ലാതെയാണ് നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത്. ജനിക്കുമ്പോഴോ മരിക്കുമ്പോഴോ വിവാഹം നടക്കുമ്പോഴോ ഒരു പ്രാർത്ഥനയോ ഒരു ആചാര്യ സാന്നിധ്യമോ നമുക്ക് നിഷ്ഠയോടെ വേണമെന്നില്ല. അതൊരു കാരണം. രണ്ട്, നിയമം വിശാലമാക്കിയത് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നത് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനല്ല. ഇപ്പൊ രാവിലെ ഉഷപൂജയ്ക്ക് അല്ലെങ്കിൽ ഉച്ചപൂജയ്ക്ക്, വൈകിട്ട് ദീപാരാധനയ്ക്ക്, അത്താഴ പൂജയ്ക്ക് എത്തണം എന്നൊരു പൊതു നിയമമുണ്ട്. ഇത് അനുസരിക്കുന്നവർ കുറവാണ്. ഇപ്പൊ ചില പണ്ട് പറയത്തില്ലേ, അവൻ പറഞ്ഞാൽ കേൾക്കാത്ത ആളാണ്. അതിനെ ആചാര്യന്മാർ വിവക്ഷിച്ചത് പറഞ്ഞാൽ കേൾക്കും, അനുസരിക്കാത്തവരാണ്. അതുപോലെ ഈ നിയമങ്ങൾ പാലിച്ചില്ല. ഒരു ദിവസം ഒരു നേരമെങ്കിലും ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാനോ വളർന്നു വരുന്ന തലമുറയുടെ ഐശ്വര്യത്തിന്, ഭാഗ്യത്തിന്, അല്ലെങ്കിൽ അവരുടെ ആയുസ്സിന് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ഒരു ആയുർസൂക്ത പുഷ്പാഞ്ജലി, ഇവർ ഗുരുത്വത്തോടെ ജീവിക്കുന്നതിന് ഒരു ഗുരു പുഷ്പാഞ്ജലി, ഇതൊന്നും നടത്തണമെന്ന നിയമം നമ്മൾ കൈക്കൊണ്ടില്ല. ഇപ്പൊ വാഹനം റോഡിൽ കൂടി ഓടിക്കുന്നതിന് ലൈസൻസ്, ഇൻഷുറൻസ്, RC ബുക്ക് വേണം. എപ്പോഴും ഇത് റോഡിൽ നിന്ന് RTO ചോദിക്കാറില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഇത് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, രാവിലെ 5 മുതൽ അമ്പലം അടയ്ക്കുന്നത് വരെ, അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് തുറന്ന് രാത്രി ദീപാരാധനയ്ക്കുള്ളിൽ ഒരു നേരം വരാം. ഏത് ദിവസവും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ബുധനാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, ഞായറാഴ്ച വ്രതം എല്ലാം ഉണ്ട്. മറ്റവർക്ക് ആഴ്ചയ്ക്ക് ഒരിക്കലുള്ളത് കൃത്യമായി പാലിച്ചിട്ട് ഇപ്പൊ അവർ എല്ലാ ദിവസവും വന്നു തുടങ്ങി. എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിച്ചിരുന്നവർ മാസം തൊഴിലുകാരും ആഴ്ചയിൽ ഒരിക്കലും വന്നവരായി. ഈ പറഞ്ഞതുപോലെ അതിനൊരു കർക്കശമായ നിയമം അടിച്ചേൽപ്പിക്കാഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോൾ വന്ന്, നിങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ളപ്പോൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നത്. അത് പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല. അത് വരാതിരിക്കാനുള്ളതും കൃത്യമായി വന്ന് പാലിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് മാറി നമ്മുടെ ചിന്തകൾ. അത് മാറ്റി കർക്കശമായി എത്താൻ ഒരു പ്രേരണ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കാലം കഴിഞ്ഞാലും അതിനകത്തിരിക്കുന്ന ഒരു ശക്തി നിങ്ങളെ സംരക്ഷിക്കുമെന്നൊരു ഉറപ്പ് മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്ന് തുടങ്ങണം. അച്ഛൻ അമ്പലത്തിൽ പോയി അച്ഛൻ്റെ മുകളിൽ ഒരാൾ ഉണ്ട് എന്ന് മക്കൾക്ക് തോന്നണം. എൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുന്നത് ഞാനല്ല, ജോലി ചെയ്ത് പണമുണ്ടാക്കി അവർക്ക് അന്നവും വസ്ത്രവും ഒക്കെ വാങ്ങി കൊടുക്കുന്നു, വിദ്യാഭ്യാസത്തിന് പണം ചെലവഴിക്കുന്നു എന്നതിനപ്പുറം മാനസികമായ ഒരു സന്തോഷത്തോടുകൂടി, നല്ല ആരോഗ്യത്തോടുകൂടി ഭംഗിയായി കർമ്മം ചെയ്താലേ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവൂ എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് വീട്ടിലെ മുതിർന്നവരാണ്. മറ്റ് രണ്ട് മതങ്ങളിലും അതുമുണ്ട്. മക്കള് അതിനെ അനുസരിക്കേണ്ടി വരുന്നത് അച്ഛനും അമ്മയും അത് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയും ഒരു കർക്കശമായ അനുഷ്ഠാനം നമ്മുടെ ആളുകൾ ചെയ്യുന്നില്ല. ക്ഷേത്രത്തിൽ സമയമുണ്ടെങ്കിൽ പോകുന്നു എന്നതിനപ്പുറത്ത് സമയം ഉണ്ടാക്കി പോകാൻ കുട്ടികളെ കൂടി പ്രേരിപ്പിക്കണം. ഇനി അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും പോയില്ലെങ്കിലും മക്കളും കൊച്ചുമക്കളും അവിടെ പോകേണ്ടത് അത്യാവശ്യമാണെന്നൊരു വിശ്വാസം അവരിൽ അടിയുറപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാലേ ഈ പറഞ്ഞ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. സ്വാമി, അങ്ങയുടെ ഗുരു എന്ന് പറയുമ്പോൾ മള്ളിയൂർ തിരുമേനിയാണല്ലോ. അപ്പൊ അങ്ങ് യാഗമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അപ്പൊ ഗുരുവായിട്ടുള്ള ഒരു ആത്മബന്ധത്തിനെ പറ്റി പറയാം. വാസ്തവത്തിൽ അതൊരു വലിയ വഴിത്തിരിവ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1974 എൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ എനിക്ക് പള്ളിക്കൽ സുനിൽ എന്ന് പേരിട്ടത് മണ്ണന്തല വേലായുധൻ നായർ സാർ. ഞാൻ കറ്റാനം പോപ്പേഴ്സ് ഹൈസ്കൂളിലായിരുന്നു അന്ന് പഠിക്കുന്നത്. അന്ന് ഈ ബാലൻസയ്ക്കും മാതൃഭൂമി ശ്രീ സർക്കിൾ പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ വീടിന്റെ മുന്നിൽ ഒരു ശ്രീനാരായണ ഗുരുദേവനുണ്ട്. അത് പ്രതിഷ്ഠിച്ചത് EV ഭാസ്കരൻ മലയാളി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം അതിന്റെ പുറകിലാണ് താമസം. പക്ഷെ ഈ ഗുരു എൻ്റെ വീട്ടിലോട്ട് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഗുരു പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒന്ന് പ്രസംഗിക്കണം എന്ന് ഈ ഭാസ്കരൻ മലയാളിനോട് പറഞ്ഞു. ഞാനത് മണ്ണന്തല വേലായുധൻ നായർ സാറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ എടുത്ത് തന്നത് ഗുരുദേവ കൃതികളാണ്. നീ ഇതെല്ലാം ഒന്ന് വായിച്ച് ദൈവദശനത്തെ
മുഖ്യമാക്കി അവിടെ പ്രഭാഷണം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അതുവരെ സാംസ്കാരിക പ്രഭാഷണങ്ങളൊക്കെയാണ് നടന്നത്. അപ്പൊ നാട്ടിൽ പ്രസംഗിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ അന്നത്തെ മുതിർന്നവരോടൊപ്പം ഞാൻ പ്രസംഗിച്ചു. അപ്പൊ ഈ ഗുരുദേവനും ഗുരുദേവ കൃതികളും എന്നെ വളരെ സ്വാധീനിച്ചു. 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞാൻ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും പഠിച്ചു. ഓച്ചിറ ക്ഷേത്രത്തിൽ എൻ്റെ ആദ്യ പ്രസംഗമായി. ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ നിന്ന് സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ ശിഷ്യന്മാർ എൻ്റെ നാട്ടിൽ വന്നു. അവരെന്നോട് ലളിതാ സഹസ്രനാമം ലീഡ് ചെയ്യാൻ പറഞ്ഞു. അന്ന് ആകാശവാണിയിലെ ബാലലോകം, യുവവാണി പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ ഞാൻ പോകുന്ന വഴി അവിടെ കയറി. അവിടെ ഇരുന്ന് ഞാൻ രാമായണം വായിച്ചു. സ്വാമിജിയുടെ പ്രവർത്തനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടു. അന്ന് ആകാശവാണിയിലും ദൂരദർശനിലും മാതൃഭൂമിയിലും ഒക്കെ ജോലി കിട്ടുന്ന സമയമാണ്. എങ്കിലും ഒരു പൂർണ്ണസമയ പ്രഭാഷകനാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ പോയി പ്രഭാഷണവുമായി സഞ്ചരിച്ചു. മള്ളിയൂർ ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മള്ളിയൂർ തിരുമേനിയാണ് പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എന്നോട് സപ്താഹം തുടങ്ങണം എന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് ചിന്തിക്കാൻ വലിയ പ്രയാസമാണ്. ഭാര്യയും 3 കുട്ടികളുമാണ്. ഭാര്യ ഡോക്ടറാണ്, കുട്ടികളൊക്കെ കൊച്ചുകുട്ടികളാണ്, മകനും മകളും ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ ഒരു സപ്താഹയജ്ഞം നടക്കും എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. സപ്താഹത്തിന് പോയാൽ 7 ദിവസം പിന്നെ അവിടെയാണല്ലോ. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഭാര്യയും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ എന്നൊരു ചിന്ത. അപ്പൊ അച്ഛനില്ല, അമ്മയില്ല, വീട്ടിലൊരാളില്ല, ഇവർ തനിച്ച് ഏകയായി പോകുമോ എന്നൊരാശങ്ക. പ്രഭാഷണം ആകുമ്പോൾ അതില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ നിൽക്കാം, വൈകിട്ടൊന്ന് പോയി പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വരാം. മറ്റേ ദൂരെയൊക്കെ ആണെങ്കിൽ വരാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത. അത് ഞാൻ മള്ളിയൂർ തിരുമേനിയോട് പങ്കിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, യോഗക്ഷേമം മഹാത്മ്യം. നമ്മൾ ഈശ്വരന്റെ കാര്യം നോക്കുമ്പം ഈശ്വരൻ നമ്മുടെ കാര്യം നോക്കും. എന്നിട്ടും 5 കൊല്ലം കഴിഞ്ഞ് ഓച്ചിറയിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ സ്ഥിരം പ്രഭാഷണത്തിന് ചെല്ലുന്നു. തിരുമേനി തുടങ്ങിയില്ല എന്ന് ചോദിച്ചു. ഞാൻ തുടങ്ങിയില്ല എന്ന് പറഞ്ഞു. വേറൊരു യജ്ഞത്തിന് അദ്ദേഹം ആചാര്യനായി വന്നു. ഞാൻ 1 ദിവസത്തെ പ്രഭാഷണം. അവിടെ ചെന്നപ്പോഴും തിരുമേനി തുടങ്ങിയില്ല എന്ന് ചോദിച്ചു. ഞാൻ പറയില്ല തിരുമേനി എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് തുടങ്ങണം എന്ന് കർക്കശമായി നിർദ്ദേശിക്കുകയും ശബരിമലയിലെ അന്നത്തെ മേൽശാന്തിയായിരുന്ന ശംഭു ആദ്യാർ തിരുമേനിയോട് തിരുമേനി അത് സൂചിപ്പിക്കുകയും ഒരു വിനായക ചതുർത്ഥിക്ക് 1008 നാളികേരത്തിന്റെ ഹോമകുണ്ടത്തിൽ നിന്ന് അതിന്റെ ഭദ്രദീപം തെളിക്കണം എന്ന് മള്ളിയൂർ തിരുമേനി പറയുകയും അതിൽ ഒരു വലിയ ആചാര്യന്റെ നിർദ്ദേശമാണല്ലോ എന്ന് പാലിച്ച് തുടങ്ങാൻ, പിന്നെ തുടരണോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ അത് തുടങ്ങി. പക്ഷെ തുടങ്ങിയതിന് ശേഷം ഇന്നുവരെ ഞാൻ വിശ്രമിച്ചിട്ടില്ല എന്നതാണ് പരമമായ സത്യം. അപ്പോൾ വീടിന്റെ മുന്നിലെ ശ്രീനാരായണ ഗുരുദേവൻ, പേരിട്ട ഗുരുനാഥൻ മണ്ണന്തല വേലായുധൻ സാർ, സത്യാനന്ദ സരസ്വതി സ്വാമി. അപ്പൊ പുരാണം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ വിശ്വാമിത്രൻ, വസിഷ്ഠൻ, അഗസ്ത്യൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളും ഇവരുമായിട്ടൊക്കെ അവരെ താരതമ്യപ്പെടുത്തി. ഇതൊന്നും നമ്മൾ നിശ്ചയിക്കുന്നതല്ല. ആനപ്പുറത്തിരിക്കുമ്പോഴുള്ള ഒരു വലിപ്പം ആനയുടെ വലിപ്പമാണ്, ഇരുന്നയാളിന്റെ അല്ല. പിന്നെ ഗുരുദേവ കൃതികളുമായി വളരെ ബന്ധം ഞാൻ സ്ഥാപിച്ചു. സ്ഥിരമായി അത് വായിക്കുകയും ഈ പ്രദേശത്തൊക്കെ എത്തുമ്പോൾ ശിവഗിരിയിൽ വരികയും ചെമ്പഴന്തിയിൽ വരികയും ഗുരുദേവ കൃതികൾ എന്നെ വളരെ സ്വാധീനിച്ചു. അപ്പൊ അതിലും ഒരു ഗുരുകാരുണ്യമില്ലാതെ നമുക്കൊരു പാതയിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു കാര്യത്തിൽ ഞാൻ ഉറച്ചു. കുട്ടികൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഔന്നത്യത്തിലെത്തി. നമുക്കതൊരു വലിയ ഈശ്വര കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്വസിക്കുന്നത് പോലെ, വർത്തമാനം പറയുന്ന പോലെ ഒരു കാര്യമാണ്. അതൊരു പ്രത്യേക തൊഴിലല്ല എന്നെനിക്ക് തോന്നി തുടങ്ങി. മള്ളിയൂർ തിരുമേനിയുടെ അനുഗ്രഹവും ഈ ഗുരുക്കന്മാരുടെ ഒക്കെ കാരുണ്യവും കൃപയും കടാക്ഷവും എന്നെ കൂടുതൽ ആ കർമ്മത്തിൽ വ്യാപൃതനാക്കി. യാത്രയോ അല്ലെങ്കിൽ സംസാരമോ ഒന്നും നമുക്കൊരു ക്ഷീണം ഉളവാക്കുന്നതോ വീട്ടിലെ ഉത്തരവാദിത്വം കുറയ്ക്കുന്നതോ അല്ല, മറിച്ചത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എത്തുന്നതാണെന്നൊരു ആത്മവിശ്വാസം നമ്മളിൽ കൂടുതൽ, അത് കുടുംബാംഗങ്ങളിലും കൂടുതൽ വിശ്വാസം ഉണ്ടാക്കി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഉന്നത നിലയിൽ കുട്ടികളും എത്തി. അപ്പോൾ ഇതൊരു തപസ്സാണല്ലോ, ഇതൊരു സത്യമാണല്ലോ, ഇതൊരു കാലം പോക്കാനോ അല്ലെങ്കിൽ ഒരു കർമ്മമായി കാണാനോ ഉള്ളതല്ല, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തോന്നി അതിൽ കൂടുതൽ താല്പര്യമുണ്ടായി. ഈ പറഞ്ഞതുപോലെ ഇതിന് സപ്താഹം തുടങ്ങാൻ കാരണമായത് തിരുമേനിയാണല്ലോ എന്ന് ചിന്തിച്ച് പത്മശ്രീ കൈതപ്രം തിരുമേനി പണ്ടെഴുതിയ ഒരു ഗുരു കൃതി അത് ആലപിച്ച് പൂജിച്ച് ഒപ്പം ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഗുരുദേവനെയും ശങ്കരാചാര്യരെയും ഒക്കെ വേദിയിൽ പ്രതിഷ്ഠിച്ച്
നമ്മൾ കണ്ടിട്ടില്ലാത്ത ഗുരുക്കന്മാർ, കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവരില്ലാത്തവരല്ല, കണ്ടിട്ടില്ലാത്ത പലതും ഉള്ളതാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെയാണ് ഗുരുക്കന്മാർ. അവർ സമൂഹത്തിന് വേണ്ടി ജീവിച്ചവരാണ്, അവർക്ക് വേണ്ടി ജീവിച്ചവരല്ല. അപ്പോൾ ഗുരുവിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗവതത്തിലെയും രാമായണത്തിലെയും ശിവപുരാണത്തിലെയും സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ഈ ഗുരുക്കന്മാരെ കുറിച്ച് പരാമർശിക്കുന്നതിന് പ്രത്യേക സമയമുണ്ടാക്കി. അമ്മയെ അച്ഛനെ നമസ്കരിക്കുക, ഗുരുവിനെ നമസ്കരിക്കുക, എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോയാൽ മതി എന്നാണ് ഗണപതിയും അയ്യപ്പസ്വാമിയും ഒക്കെ പഠിപ്പിച്ചതെന്ന് ഈ ഗണപതി ഹോമ സമയത്തൊക്കെ പറയുമ്പോൾ കുട്ടികളിൽ അതൊരു പ്രത്യേക ചിന്ത ഉണ്ടാക്കുന്നതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് അവർ ആ ഒരു നിലയിലേക്ക് എത്തുന്നതിന് കാരണമാകുന്നുവെന്ന് പിന്നെ രക്ഷകർത്താക്കളൊക്കെ നമ്മളെ വിളിച്ച് പറയും. വലിയ മാറ്റമുണ്ട് 7 ദിവസത്തിന് ശേഷം. അപ്പം നമുക്ക് മനസ്സിലായി, ഈ സിലബസിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രം പരാമർശിക്കാതെ ഒരു ഫൗണ്ടേഷൻ പോലെ ഗുരു തത്വം കൂടി അവരിൽ പ്രവേശിപ്പിച്ചാലേ ഇത് നിലനിൽക്കൂ എന്നൊരു തോന്നലായപ്പോൾ അതിന് കാരണമായ ഗുരുവിനെ ഞാൻ പൂജിക്കുന്നത് അവർ കാണണമല്ലോ. അല്ലെങ്കിൽ ഞാൻ ചെന്നതുകൊണ്ട് ഞാനാണ് ഇപ്പൊ ഈ യജ്ഞത്തിന്റെ ഒരു അധിപതി എന്ന് അവർക്ക് തോന്നാതെ എന്നെ ആ നിലയിൽ എത്തിച്ച ഗുരുവിനെ ഞാൻ മാനിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗുരുവിനെ മാനിക്കണമെന്ന ഒരു ആശയം കുട്ടികളിലേക്ക് പറഞ്ഞപ്പോൾ ഇപ്പൊ ഭഗവാൻ ശ്രീരാമേന്ദ്രൻ തന്നെ വസിഷ്ഠനെയും അഗസ്ത്യനെയും വിശ്വാമിത്രനെയും ഒക്കെ നമസ്കരിക്കുന്ന സന്ദർഭങ്ങൾ രാമായണത്തിലുള്ളപ്പോൾ നമ്മൾ പ്രതിപാദിക്കും. നമ്മൾ അവരെയും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളെ പഠിപ്പിച്ച ഗുരു, നിങ്ങളെ നിലത്ത് എഴുതിച്ച, മണ്ണ് വാരി കളിക്കുന്ന സമയത്ത് മണ്ണിൽ എഴുതിപ്പിച്ച ഗുരു, നിങ്ങളുടെ വീടിനടുത്തുള്ള ഗുരുക്കന്മാർ, അവരെയൊക്കെ മാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ക്രമേണ പ്രയാസമാണെങ്കിലും കുട്ടികളിൽ അതിന് യോഗവും പുണ്യവും ഉള്ളവർ കൂടി വേണം. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് പേരിട്ട ഗർഗമുനിയെയും വിദ്യ പഠിപ്പിച്ച സാന്ദീപിനിയെയും നമസ്കരിക്കുന്ന സന്ദർഭം ഭാഗവത്തിലുണ്ട്. അപ്പോൾ നാട്ടിലെ ഗുരുക്കന്മാരെ എല്ലാം നമ്മൾ വിളിച്ചുകൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ നാട്ടിലെ ഗുരുക്കന്മാരെ കുട്ടികൾ നമസ്കരിക്കും. അമ്മയെ അച്ഛനെ നമസ്കരിക്കുന്ന ഭാഗം വരുമ്പോൾ നിങ്ങൾ വൈകിട്ട് അമ്മയെ അച്ഛനുമായിട്ട് വരണമെന്ന് നമ്മൾ പറയും. അപ്പൊ ഭഗവാൻ നമസ്കരിക്കുന്നു എന്നുള്ള വരി വായിക്കുമ്പോൾ അവരെ നമസ്കരിക്കും. ഇത് അവരിൽ ഒരു വലിയ വൈദ്യുത തരംഗം പോലെ പ്രവേശിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ നാളെ മുതൽ നിങ്ങൾ തുടരണമെന്ന് പറയുമ്പോൾ ഇതിനൊരു പുണ്യവും യോഗവും ഒക്കെ വേണം. എല്ലാ ഇലക്ട്രിക് വയറിൽ കൂടെയും കറണ്ട് പോവില്ല. അതുപോലെ ഇതിന് ഒരു പൂർവ്വജന്മ സുഹൃത്തും മാതാപിതാക്കൾ അനുഷ്ഠിച്ച ചില കർമ്മങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ കുട്ടിയിൽ ഇത് പ്രതിഫലിക്കും. അത് ഒരു 100-90 പേരും പാലിക്കുന്നതായി നമുക്ക് തോന്നിയപ്പോഴത്തേക്ക് ഈ ഗുരുപൂജയ്ക്ക് ഒരു വലിയ പ്രാധാന്യം നമ്മൾ തോന്നി. രാവിലെ നിങ്ങളെല്ലാം നിങ്ങളുടെ അമ്മയെ അച്ഛനെ നമസ്കരിക്കണം, നിങ്ങളുടെ ഗുരുക്കന്മാരെ നമസ്കരിക്കണം, നമുക്ക് ഗുരുപൂജയോടെ ആരംഭിക്കാമെന്ന് പറഞ്ഞൊരു സിംഹാസനത്തിൽ ഗുരുവിനെ വെച്ച് പൂജിച്ചത് കണ്ടിട്ടാണ് നമ്മൾ ഗ്രന്ഥത്തിലേക്ക് കിടക്കുന്നത്. അത് അവർക്കും ഒരു മാനസിക സംതൃപ്തി ഉണ്ടാക്കി നമുക്കത് കർമ്മത്തിനൊരു കൂടുതൽ ഊർജവും പകർന്നു. അങ്ങനെയാണ് അത് തുടരുന്നത് ഇപ്പോഴും. സ്വാമി, അങ്ങ് ഇതുവരെ കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ട് എത്ര യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്? ഇതിപ്പോ നടക്കുന്നത് 576ാമത്തെ യജ്ഞമാണ്. പ്രസംഗം ധാരാളം നടത്തിയിട്ടുണ്ട്. യജ്ഞം തുടങ്ങിയത് മുതൽ ഇതുവരെ 576 ഭാഗവത സപ്താഹം, നവാഹം, ശിവപുരാണം, സ്കന്ദപുരാണം ഇതെല്ലാം കൂടി ചേർത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടത്തി, ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ കേരളത്തിലേക്കാൾ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഈ ചോദ്യം പലരും ചോദിക്കാറുണ്ട്, എത്രയായി? അപ്പൊ നമ്മൾ പറയും 1ാം ക്ലാസ് 1 മുതൽ 4 വരെ LPS, UPS, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പോലെ ഇതിന് നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ പകർന്നു വരുന്നതായാണ് അനുഭവം. വായിക്കുമ്പം ഇത് ഒത്തിരി വായിച്ചതാണെന്നൊരു തോന്നൽ ഉണ്ടാകാതെ വായിക്കുന്തോറും അതിന് കൂടുതൽ പുതുമയും ആസ്വാദ്യതയും നമുക്ക് തോന്നാറുണ്ട്. ഭാരതത്തിന് പുറത്ത് ലണ്ടനിൽ പോയിട്ടുണ്ട്. അവിടെയും പ്രഭാഷണം നടത്തിയപ്പോൾ ആളുകൾ ചോദിച്ചു, എത്രാമത്തെ പ്രഭാഷണമാണ്, യജ്ഞം എത്രയാണ്? അപ്പൊ നമ്മൾ പറയും, ഈ +2 കഴിഞ്ഞ് ഏത് കാര്യങ്ങൾക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാൻ സാധിക്കും എന്നതുപോലെ ഓരോ യജ്ഞം കഴിയും തോറും കടലിലേക്ക് ഇറങ്ങും തോറും ഉപ്പുപാവ ഇറങ്ങി ആ പാവ ലയിച്ച് സാഗരത്തോട് ചേരുന്നത് പോലെ. പിന്നെ നമുക്ക് സമയം പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് ഒരു ഞൊടി പോലെ തോന്നുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ എഴുതിയത് പലപ്പോഴും ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് എന്നാൽ 7 ദിവസം ആകുന്നത് നമ്മൾ അറിയില്ല. ഇത്രാമത്തെ യജ്ഞമാണെന്ന് നമുക്ക് തോന്നാറില്ല. 575ാമത്തെ വേദിയിൽ ചെല്ലുമ്പോഴും ആദ്യം ഇരിക്കുന്നത് പോലൊരു മാനസികാവസ്ഥയാണ് നമുക്ക്. സത്യമാണ്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഗുരുക്കന്മാരുടെ ഒരു പ്രവൃത്തി നമ്മളിൽ കൂടി, ഈ ശരീരത്തിൽ കൂടി പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പോലും നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ ഗുരുസ് ഗ്രേസ് ഓൺലി എന്ന് പറഞ്ഞതെന്ന് നമുക്ക് ബോധ്യപ്പെടും. രാവിലെ 6 മണിക്ക് ചെന്നിരുന്നാൽ വൈകിട്ട് 6 മണിയാവുന്നത് അറിയില്ല. ദീപാരാധന കഴിഞ്ഞ് പിന്നെ എത്ര സമയം വേണേലും ഇരിക്കാം. അപ്പോൾ കാണാൻ കഴിയാത്ത വൈദ്യുതിയെ
കാണാൻ കഴിയുന്ന വെള്ളച്ചാട്ടത്തിലൂടെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് 4 സ്ഥാനത്തിരുത്തി ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു, ഒരു സ്വിച്ച് ഇടുമ്പോൾ ഫാൻ കറങ്ങുന്നു, ഒരു സ്വിച്ച് ഇടുമ്പോൾ തേപ്പൊട്ടി ചൂടാവുന്നു, ഒരു സ്വിച്ച് ഇടുമ്പോൾ ഫ്രിഡ്ജ് തണുക്കുന്നു. ഇതേപോലെ ഈ അത്ഭുത ഗുരുപ്രവാഹം അത് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഈശ്വരീയ കാര്യങ്ങൾ നമുക്ക് ഒരു ക്ഷീണമില്ലാതെ അല്ലെങ്കിൽ ഒരു വിരസത തോന്നാതെ എന്നും പുതുമയോടുകൂടി സൂര്യൻ ഒഴിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ എത്രയോ കാലം കൊണ്ട് ഉദിക്കുന്നതാണെങ്കിലും ഒരു പുതുമ, അസ്തമിക്കുന്നതും ഒരു പുതുമ, നാളെ രാവിലെ ഇത് വരും എന്നുള്ള ഒരു പ്രതീക്ഷ. ഇതേപോലെ ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിനെ ചെറുതായി കണ്ടാൽ നമ്മൾ ചെറുതാകും, ഇതിനെ വലുതായി കണ്ടാൽ ഗുരുക്കന്മാരുടെയും ഈശ്വരന്റെയും കാരുണ്യവും കൃപയും നമുക്ക് ലഭിക്കും. ഇത് നമുക്ക് മാത്രം ലഭിച്ചാൽ പോരാ, എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. ഇപ്പം രുചി കുറവുള്ള ഭക്ഷണമാണെങ്കിലും ചിരിച്ച് സന്തോഷത്തോടെ വിളമ്പിയാൽ അവർ കഴിക്കുന്നത് പോലെ അവരിത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഒരു മാൻ പവർ മാത്രം പോരാ, മറിച്ച് ഈശ്വരനേക്കാൾ ഉപരി ഗുരുകടാക്ഷവും കൂടി ഉണ്ടെങ്കിലേ ഇത് വിജയിക്കൂ എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമേ അവരിലും ആ വിശ്വാസം പ്രവേശിപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു കർമ്മത്തിൻ്റെ ഭാഗമായി നമ്മളത് കാണാറില്ല. കാറ്റ് വീശുന്ന പോലെ, പ്രകൃതിയിൽ ഒരു വായു നമ്മൾ ശ്വസിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ ഒരു വലിയ കാര്യം നടത്താൻ സാധിക്കുന്നത് അവരുടെ കൃപയാണെന്ന് സമർത്ഥിക്കാനും ഞാൻ പലപ്പോഴും വേദിയിൽ ശ്രമിക്കാറുണ്ട്. സ്വാമി, ഇപ്പൊ കുറെ ജില്ലകളിൽ യജ്ഞങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തി വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങയുടെ ഒരു അറിവില് ഏത് ജില്ലക്കാരായിരിക്കും ഈ ആത്മീയതയിൽ കൂടുതൽ ആൾക്കാര്? ഒരേ അമ്മയ്ക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 പേരും ഒരുവല്ല എന്ന് പറയുന്നതാണ് മക്കൾക്ക് സന്തോഷം. എങ്കിലും 14 ജില്ലകളിൽ ഇതിൽ കൂടുതൽ താല്പര്യത്തോടെയും ശുഷ്കാന്തിയോടെയും പങ്കെടുക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം. വടക്കോട്ട് പോകും തോറും ശ്രദ്ധയും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി അവർ പാണ്ഡിത്യത്തിൽ മുന്നിലാണെന്നൊരു ചിന്തയുള്ളത് കൊണ്ട് അങ്ങനെ വന്നങ്ങിരിക്കാറില്ല. വരും, പങ്കെടുക്കും, പോകും. പക്ഷെ ഇത് കുടുംബസഹിതം എത്തും. അവരുടെ വീട്ടിലെ ഒരു കാര്യം നടത്തുന്ന ചിന്തയിൽ ഈ ജില്ലകളിലോട് പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ശിവഗിരി, ചെമ്പഴന്തി, കൊല്ലം ജില്ലയെ സംബന്ധിച്ചോളം പണ്ട് പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായിരുന്നു. ഹരിയന്മാർ കൂടുതലുണ്ട്. അവരുടെ ആ വിശ്വാസം, കടൽ തീരത്തൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിരുന്നാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു പ്രതീതിയാണ്. രാവിലെ അവർ വരും, വലിയ കൂടുതൽ വിശ്വാസമുണ്ട്. പോയ മക്കളും ഭർത്താവും മടങ്ങിയെത്തണം, ആ ഒരു ചിന്തയോടുകൂടി ഇരിക്കും. പത്തനംതിട്ട ശബരിമലയുടെ ഒരു തരംഗമുണ്ട്. കോട്ടയം ജില്ലയും താരതമ്യേന അക്ഷര ജില്ല, അക്ഷര നഗരി എന്ന നിലയിൽ എല്ലാവരും അതിൽ ഒറ്റ മനസ്സോടുകൂടി പങ്കെടുക്കും. വടക്കോട്ടുള്ള ജില്ലകളിൽ ഇല്ല എന്നല്ല അർത്ഥം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ആ താല്പര്യം ഉണ്ടാകാറുണ്ട്. എങ്കിലും കൂടുതൽ താല്പര്യത്തോടെ പങ്കെടുക്കുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ജില്ലകളിൽ 100-ൽ ഒരു 80 മാർക്കാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതെങ്കിൽ മറ്റേത് 100-ൽ ഒരു 50 മാർക്ക്, 50%. അങ്ങ് ഈ യജ്ഞങ്ങളൊക്കെ നടത്തി വരുമ്പോൾ നിരന്തരമായി അല്ലെങ്കിൽ തുടർച്ചയായി ഏതെങ്കിലും ക്ഷേത്രത്തില് യജ്ഞം നടത്തി വന്നിട്ടുള്ള ഒരു അനുഭവം ഉണ്ട്? നമ്മൾ ആദ്യം ചെല്ലുമ്പം അവരുടെ ഒരു കാര്യങ്ങളൊക്കെ പറയും. ക്ഷേത്രത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇനി നടത്താൻ ആഗ്രഹമുണ്ട്. പ്രോജക്റ്റുകൾ, ഇപ്പൊ കൊടിമരം, ഉപദേവാലയങ്ങള്, ഗേറ്റ്, മതില്, അന്നദാനത്തിനുള്ള പന്തല്. അപ്പൊ നമ്മൾ അതിനോട് സഹകരിക്കും. അപ്പൊ നമ്മൾ ആളോട് പറയും, നിങ്ങൾ വരുമാനത്തിൻ്റെ ഒരു അംശം ഇതിനൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കേണ്ട ദേവതയാണ് അകത്തുള്ളത്. അപ്പൊ ഈ പ്രോജക്റ്റ് നമുക്ക് ഈ പ്രാവശ്യം പൂർത്തീകരിച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും നോക്കാം എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം വരണം എന്നുള്ള ഒരു സന്തോഷത്തിൽ അവർ വേഗം ഇത് പൂർത്തീകരിക്കും. ഇപ്പം നമ്മൾ പറയും 1 മാസത്തെ ശമ്പളം, ഒരു അത്യാഗ്രഹം കൊണ്ട് പറയുന്നതാണ്. 1 മാസത്തെ പെൻഷൻ, അതൊക്കെ അമ്പലത്തിൽ കൊടുക്കണം. ജന്മത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. 1 ദിവസത്തെ ശമ്പളം നിങ്ങളുടെ വരുമാനം പോലെ 100 രൂപ കിട്ടുമ്പോൾ 1 രൂപ മാറ്റി വെച്ചിട്ട് സമർപ്പിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ചുറ്റമ്പലമാവും, ഒരു മതിലാവും, നമുക്ക് സ്ഥിരമായിട്ടിരുന്ന ഭക്ഷണം കഴിക്കാൻ ഒരു പന്തലാവും, സ്ഥിരമായിട്ടിരുന്ന് കേൾക്കാൻ ഒരു ഓഡിറ്റോറിയം ആവും. ഇതൊക്കെ പ്രായോഗികമാക്കിയാൽ വരാം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം, ഇതിലേതെങ്കിലും ഒരു പ്രോജക്റ്റ് ഭംഗിയാക്കും. ആക്കിയിട്ട് അടുത്ത പ്രാവശ്യം വന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറയും ശരി വരാം, ഇത് നടത്തിയല്ലോ എന്ന് പറയും.
അപ്പൊ അത് ഒത്തിരി ക്ഷേത്രങ്ങൾ അങ്ങനെയുണ്ട്. അത് നമുക്കൊരു അനുഭവമാണ്. അപ്പൊ അവർ കൂടുതൽ താല്പര്യത്തോടു കൂടി ഈ കുറേയൊക്കെ ജാതി ചിന്ത പിടിഞ്ഞു, രാഷ്ട്രീയ ചിന്ത പിടിഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ നാട്ടിലെ ക്ഷേത്രം, ഇപ്പൊ നാട്ടിലെ ക്ഷേത്രത്തിൽ വരാത്ത ഒരാൾ ഗുരുവായൂരിൽ പോയതുകൊണ്ടോ ചോറ്റാനിക്കരയിൽ പോയതുകൊണ്ടോ കാര്യമില്ല. നമ്മുടെ അടുത്തുള്ള ദൈവത്തിനെ ആരാധിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കുലദേവത, നമ്മുടെ ദേശദേവത, ആ കുലദേവത അമ്മയുടെ അച്ഛൻ്റെയും തറവാട് ക്ഷേത്രമാണ്. അതിപ്പോ വലിയ പകിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കൂലിയാണെങ്കിൽ പോലും അവിടെ ചെന്ന് നിങ്ങൾ തൊഴണം, 1 രൂപ അവിടെ സമർപ്പിക്കണം. എന്നിട്ട് ദേശത്തെ ദേവാലയം, അതിന്റെ പ്രസിഡന്റ് ആരാ സെക്രട്ടറി ആരാന്നൊന്നും നിങ്ങൾ നോക്കണ്ട, അകത്തിരിക്കുന്ന ദേവത ഏതാണെന്ന് നോക്കി നിങ്ങൾ 1 വർഷം ഒന്ന് പ്രാർത്ഥിച്ചാൽ അതിന് മാറ്റം വരുമോ ഒന്ന് നോക്കാം എന്ന് പറയുമ്പോൾ അത് ചെയ്യും. അപ്പൊ ആ ദേശത്തെ ദേവതകൾ തങ്ങളുടെ കർമ്മം കൊണ്ട് അവർ പ്രതീക്ഷിച്ച ഒരു നിലയിൽ എത്തിയെന്ന് തോന്നിയിട്ട് നമ്മളെ വന്ന് വിളിക്കുമ്പം നമുക്കും പോണമെന്ന് തോന്നും. ഒരു വീട്ടിലേക്ക് വിളിക്കുന്ന പോലെ നമുക്കും തോന്നുന്നേ. ഇപ്പൊ ഓല മേഞ്ഞ ഒരു വീട് പണ്ട് ഓടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഓട് മേഞ്ഞ വീടൊന്ന് വാർത്ത്, അല്ലെങ്കിൽ അവിടുത്തെ ടോയ്ലറ്റ്, അവിടുത്തെ ബെഡ്റൂം, അടുക്കള, ഇതേപോലൊരു വൃത്തിയുള്ള സംവിധാനം അവിടെ ഉണ്ടാവുമ്പോൾ പല ക്ഷേത്രങ്ങളിലും അതില്ല. ആളുകൾ വന്ന് ഉച്ചഭക്ഷണം കഴിച്ചാൽ അവർക്കൊന്ന് ദൈനംദിന കൃത്യങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളില്ല. അതിന് സ്ഥലപരിമിതി ഒരു പ്രശ്നമാണ്. സ്ഥലം ഉള്ളിടത്ത് ഇത് സമർപ്പിക്കാൻ മനസ്സുള്ളവർ കുറവാണ്. അപ്പൊ അവരെ ഒരു മനസ്സിൽ ഒരു ചരടിൽ കോർത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ചെയ്തിട്ട് ആദ്യത്തെ പ്രോജക്റ്റ് നമ്മൾ ഭംഗിയാക്കി. അങ്ങനെ ഒരു 5 വർഷം തുടർച്ചയായിട്ട് വന്നാൽ നമുക്ക് ഭംഗിയാക്കാം എന്ന് പറയുന്നിടത്ത് കൃത്യമായി പോവുകയും, പാരായണം മാത്രം ഇങ്ങനെ നടത്തി കുറെ പൈസ ഒരു ബാങ്കിലിട്ടു, ഒരു ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ക്ഷണം നിരസിക്കുകയും ചെയ്യും. മറ്റേ ചെയ്തു, ശരി, നമുക്കും സന്തോഷമാണ്, നമ്മുടെയും കൂടി ഒരു വീടാണ് എന്നുള്ള ഒരു നിലയിൽ നമ്മളും ചെന്നതിൽ സഹകരിക്കുന്നതിൽ ആളുകൾ സന്തോഷം കാട്ടാറുണ്ട്. നമ്മൾ വേറെ ഒരു കാര്യവും പറയാതെ ഒരു വീട്ടിൽ നമ്മളിരുന്ന് വായിക്കുന്ന പോലെ അത് ചെയ്യാറുണ്ട്. ആത്മീയ രംഗത്ത് അങ്ങനത്തെ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, അതിനെ പറ്റിയിട്ടുണ്ട്? വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് 54ഓളം പുരസ്കാരങ്ങൾ ഇതിനോടകം ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാനതെല്ലാം ഒരു വീട്ടിൽ നമ്മുടെ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയായി പൊന്നുപോലെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനെനിക്ക് പ്രേരണ നൽകിയത് ആരാധ്യയായ കവടിയാർ കൊട്ടാരത്തിലെ പത്മശ്രീ അശ്വതിനാൾ ഗുരു ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ്. ശ്രീലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു കല്ല് തന്നാലും നമ്മളത് വേറെ ഒന്നും ലഭിച്ചതല്ല, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങാൻ കിട്ടാത്തതാണ് എന്ന ഒരു ചിന്തയോടുകൂടി അത് വീട്ടിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അത് ഞാൻ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ എന്നേക്കാൾ ശ്രേഷ്ഠരായ, ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും പണ്ട് ദൂരെ നിന്ന് കാണുകയും ചെയ്ത പലരും എന്നെ ഒരു മകനെ പോലെ, ഒരു അനിയനെ പോലെ സ്നേഹിച്ച് അത് തോളിൽ തട്ടി തരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു നിർവൃതി, ഒരു പക്ഷേ ഒരു കോടി രൂപ അവിടെ നിന്ന് തന്നാൽ നമുക്കുണ്ടാവില്ല. അത് എൻ്റെ മനസ്സിൽ ഞാനത് എപ്പോഴും സൂക്ഷിക്കും. പോകുന്നതിന് പ്രത്യേക ഫീസൊന്നും ഞാൻ പറയാറില്ല. അതാളും എന്നെ നിർബന്ധിപ്പിച്ച് പറയിക്കാൻ ശ്രമിക്കാറുണ്ട്, എത്ര തന്നാൽ വരും. ഞാൻ പറഞ്ഞു അങ്ങനെ പറയുകയില്ല, ദക്ഷിണ ചോദിച്ച് വാങ്ങരുത്, ഇത്ര രൂപ എന്ന് എണ്ണി നോക്കരുതെന്നായിരുന്നു മള്ളിയൂർ തിരുമേനി തന്ന ആദ്യത്തെ നിർദ്ദേശം. ഇനി അവരിൽ നിന്നൊരു തുക കൈപ്പറ്റി അല്ലെങ്കിൽ അഡ്വാൻസ് വാങ്ങി ശരീരത്തിന് ഒരു രോഗം വന്നാൽ ചെന്ന് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കടം മാറി തീർക്കുമെന്നൊരു ചോദ്യം പണ്ടനോട് തിരുമേനി ചോദിച്ചു. അതുകൊണ്ട് വിളിക്കുന്നിടത്തൊന്നും ഇന്ന് വരെ ഞാൻ എൻ്റെ മക്കൾ സത്യത്തിൽ പ്രതിഫലം പറഞ്ഞിട്ടില്ല. തരുന്ന അവിടെ നിന്നൊന്നും നോക്കില്ല. അവർ തരുന്നത് എന്തായാലും അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച്, അതിനേക്കാൾ ഉപരി അവിടെ നിന്ന് തരുന്ന ഒരു ദേവന്റെ വിഗ്രഹം, ഒരു അംഗീകാരം, അതിനൊരു പേര് കൊടുത്ത്, ഭാഗവത ചൂടാമണി, ഭാഗവത ചക്രവർത്തി, ഭാഗവത തിലകം എന്നൊക്കെ അവരാണ് പേര് നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമുക്ക് സന്തോഷം. അത് ചുമക്കുന്ന ഒരു ചുമട്ടുകാരനാണ് ഞാൻ, പേരെന്തിട്ടാലും എന്ന ഒരു കൺസെപ്റ്റിൽ ഞാനത് വാങ്ങിയിട്ടുണ്ട്. ഹരിനാമകീർത്തനത്തിലാണ് എനിക്ക് ഡോക്ടറേറ്റ്. അതിനെന്നെ പ്രേരിപ്പിച്ചത് കൈതപ്രം തിരുമേനിയാണ്. തിരുമേനിയെ ഞാനൊരു 14 വയസ്സ് മുതൽ ആരാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എനിക്കൊരു അച്ഛനെ പോലെ, ജ്യേഷ്ഠനെ പോലെ പല നിർദ്ദേശങ്ങളും അവിടെ ഇരുത്തി വായിപ്പിച്ചപ്പോൾ 36 വർഷമായി കടാവിളക്ക് അദ്ദേഹത്തിന്റെ ഇല്ലത്ത് മൂകാംബികയിൽ നിന്നുണ്ട്. അവിടെ ഇരുത്തി ദേവീ ഭാഗവതം വായിച്ച 10 ദിവസം എനിക്കൊരു 10 വർഷം പോലെയായി. അപ്പൊ പല നിർദ്ദേശങ്ങളും. അപ്പൊ അത് തമാശക്ക് ഒരു ദിവസം പറഞ്ഞു, സുനിലിന്റെ ഭാര്യ ഡോക്ടറാണ്, അപ്പൊ സുനിലിനും ഡോക്ടറേറ്റ് വേണം. തമാശ പറഞ്ഞാണ്. അപ്പൊ ഞാൻ തിരുമേനി അതിനെ അങ്ങനെ പഠിക്കും. അതിനൊരു മാർഗമുണ്ട്. വിദേശ സർവകലാശാലകൾ നമ്മളൊരു പേപ്പർ പ്രസന്റ് ചെയ്താൽ അവരത് നോക്കി അത് അവർ അംഗീകരിക്കുന്നതാണെങ്കിൽ നമുക്ക് തരും. അങ്ങനെ ഞാൻ ഹരിനാമകീർത്തനമാണ് അവിടെ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതിനെനിക്ക് ജർമ്മൻ യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടറേറ്റ് തന്നത്. അപ്പോൾ അതൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എവിടെ ചെന്നാലും അത് ചോദിക്കും ഏതിലാണ്. അപ്പം ഞാനിത് കാണിക്കും, ഈ സർട്ടിഫിക്കറ്റ് ഞാൻ വണ്ടിയെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ചില അംഗീകാരങ്ങൾ ലഭിച്ചതും, പിന്നെ കരിക്കാം ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, മള്ളിയൂർ ക്ഷേത്രം, ചക്കുളത്ത് ക്ഷേത്രം,
ഇവിടെ നിന്നൊക്കെ കിട്ടിയത് ഞാൻ വളരെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അത് എൻ്റെ ചിന്തയിൽ ഇത് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്നതിന് നമുക്ക് തരുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ചെയ്ത ഒരു കർമ്മത്തിന് തന്നതല്ല, മറിച്ച് കൂടുതൽ സേവന ബുദ്ധിയോടുകൂടി, കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അധ്യാപകർ ക്ലാസ്സിൽ നിന്ന് പോയാലും ഹെഡ് മാസ്റ്റർ ഏറ്റവും അവസാനം പോകുന്ന പോലെ, ബാങ്കിലെ സ്റ്റാഫൊക്കെ പോയാലും മാനേജർ രാത്രി ഇരിക്കുന്ന പോലെ, രാവിലെ ആദ്യം ചെല്ലുകയും ഏറ്റവും അവസാനം പോവുകയും ചെയ്യുന്നത് വരെ ആ വീട്ടിലെ ഒരാളിനെ പോലെ ദേവതയെ ശുശ്രൂഷിച്ചതിന് നമുക്ക് നൽകിയ ഒരു സെക്യൂരിറ്റി ഗാർഡിന് കൊടുത്ത ഒരു അവാർഡ് പോലെയാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അത് കിട്ടാൻ എനിക്ക് പ്രേരണയായിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെ സന്തോഷമാണ്. അപ്പൊ അങ്ങ് ഒരുപാട് യജ്ഞങ്ങളും പ്രഭാഷണങ്ങളൊക്കെ നടത്തി വരുന്നത് വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ അതിന്റെ ഇടയിലും പൗർണമിക്കാവിലെ PR-ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ എടുക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയാം. പൗർണമിക്കാവ് ക്ഷേത്രം 51 അക്ഷര ദേവിമാരെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ്. ലോകത്ത് അങ്ങനെ ഒരു ക്ഷേത്രമില്ല. അപ്പൊ ഗണേശോത്സവ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായിരുന്ന MS ഭുവനേന്ദ്രൻ ജിയോ, അദ്ദേഹം 12 വർഷം ഈ അക്ഷരദേവിമാരെ കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിനായുള്ള സഞ്ചാരവേളയിൽ 12 വർഷം മുമ്പ് മള്ളിയൂരിൽ കൈതപ്രം തിരുമേനി, തമ്പുരാട്ടിമാര്, മഹാസംസ്കൃത പണ്ഡിതന്മാര്, അവരുമായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടപ്പോൾ അവരുടെ അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് ഈ സ്വർണത്തിന് സുഗന്ധം പോലെ, ചന്ദനത്തിനൊരു ഹരിചന്ദന സുഗന്ധം പോലെ ഇതൊരു വലിയ പ്രോജക്റ്റ് ആണല്ലോ നടപ്പാക്കാൻ പോകുന്നതെന്ന ചിന്തയുണ്ടായി. പിന്നെ ആദ്യത്തെ ദേവിയെ പ്രതിഷ്ഠിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. നമ്മുടെ മുരുക്കുംപുഴയിലാണ് ആദ്യത്തെ അക്ഷരദേവി. അപ്പൊ മയിലാടിയിൽ പോയി അക്ഷരദേവിമാരെ നിർമ്മിക്കുന്ന ശില്പിയെ കണ്ട് പറഞ്ഞപ്പോ ഈ 51 അക്ഷരദേവിയും ആദ്യം ചെമ്പഴന്തിയിലും പിന്നീട് ശിവഗിരിയിലും വരണമെന്നൊരു തീരുമാനമുണ്ടായി. അത് രണ്ടിടത്തും അറിയിച്ചപ്പോൾ അവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർ അതിന് വലിയ പരിഗണനയാണ് തന്നത്. അപ്പൊ എഴുത്തച്ഛൻ 51 അക്ഷരദേവിമാരെ കേന്ദ്രീകരിച്ച് ഹരിനാമകീർത്തനം രചിച്ചു. അതൊരു തിയറി. അതിനെ പ്രാക്ടിക്കലാക്കാൻ 1905 കാലഘട്ടത്തിൽ ഗുരുദേവൻ മുരുക്കുംപുഴയിൽ ശ്രമിച്ചു. അപ്പൊ അവർ രണ്ടും വിഭാവനം ചെയ്ത ഒരു കാര്യം സമ്പൂർണതയിൽ എത്തിക്കാനുള്ള ഒരു കർമ്മമാണല്ലോ നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്നൊരു ചിന്തയായി. അപ്പൊ അവിടുത്തെ PRO ആയി എന്നെ നിർദ്ദേശിച്ചു. ഞാനത് സദയം സ്വീകരിച്ചു. മാസത്തിൽ ഒരിക്കലേ തുറക്കുന്നുള്ളൂ, പൗർണമിക്ക് മാത്രമേ തുറക്കുന്നുള്ളൂ. അപ്പൊ ഈ സന്ദേശം ഭാരതത്തിലെ പ്രമുഖരായ ആളുകളോട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്ന ആളുകൾ ഇത് എവിടെങ്കിലും ഒന്ന് സാക്ഷാത്കരിച്ച് അവരുടെ ജന്മത്തിൽ കാണുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നോ, ഇതൊരു വലിയ കാര്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഉണ്ടാകണം എന്ന് തോന്നുകയും അതിൽ സമ്പൂർണമായി ഞാൻ വ്യാപൃതനാകുകയും അതിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ ഈ 51 അക്ഷരദേവിമാർ അവരവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിന്റെ ദേവതയെ അവർ വന്ന് പ്രാർത്ഥിക്കുന്നു. കുലദേവത, അച്ഛന്റെ തറവാട്, അമ്മയുടെ തറവാട്, ആ തറവാട് ദേവതയെ സ്മരിക്കാൻ 2 മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഇത് വലിയ സെലിബ്രിറ്റികളോടും ലോകം അറിയപ്പെടുന്നവരോടും പറഞ്ഞപ്പോൾ അവർ വരുന്നു. അവർ വന്നിത് ചെയ്ത് കഴിഞ്ഞുള്ള അവരുടെ അനുഭവം പറയുമ്പോൾ നമുക്കത് കൂടുതൽ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും പകരുന്നു. അപ്പം ഞാൻ അതിലങ്ങ് പൂർണ്ണമായി ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു ക്ഷേത്രത്തിലാണെങ്കിലും ഞാൻ അവരോട് പറയും, നമുക്ക് പൗർണമി ദിവസം എല്ലാവരും കൂടെ പോയെന്ന് തൊഴുതിട്ട് വേഗം പോരാ. അപ്പം യജ്ഞശാലയിൽ നിന്ന് അവിടുത്തെ ഭാരവാഹികളെയും കൂടി ഒരുമിപ്പിച്ച് അവിടെയൊക്കെ പോയി തൊഴുമ്പം എന്നാൽ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അവർ പറയാം 1/2 മണിക്കൂറൂടെ കഴിയട്ടെ എന്ന് അവർ പറഞ്ഞു തുടങ്ങി. അപ്പം അവരും ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് പോകുമ്പം ചെമ്പഴന്തി യാത്ര തിരിച്ചു വന്നിരുന്ന സ്ഥലത്താണ് പഞ്ചമുഖ ഗണപതി പൗർണമിക്കാവിൽ. അപ്പൊ അതിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തു. അതേ അവിടെ ഒന്ന് വിശ്രമിച്ച് എനിക്കൊരു കരിക്ക് വേണമെന്ന് പറയുകയും അടുത്തൊരാൾ വന്ന് നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ പഞ്ചമുഖ ഗണപതി വേറെ ഒന്നുമില്ല. അകത്ത് ലക്ഷ്മി ഗണപതി, പിന്നെ ബാലഭദ്രാദേവി. അപ്പൊ ഗുരുദേവൻ എഴുതിയ ഭദ്രകാളി അഷ്ടകം, കാളി നാടകം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ അവിടെ വ്യാഖ്യാനിച്ചു. അപ്പൊ അതിനൊരു വലിയ അംഗീകാരം ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ഒക്കെ അത് സംപ്രേഷണം ചെയ്തപ്പോൾ അത് ഇങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിച്ചതൊരു വലിയ കാര്യമാണെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം. അതാരും അതുവരെ ചെയ്യാത്തതാണ്. അപ്പൊ ഗുരുദേവൻ ഇങ്ങനെ എഴുതിയതൊക്കെ പ്രായോഗികമാക്കാൻ നമുക്ക് സാധിച്ചല്ലോ എന്നുള്ള ഒരു കൃതാർത്ഥത നമ്മുടെ മനസ്സിനെ ബാധിച്ചു. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ താല്പര്യമുണ്ടായി. ഇപ്പം അവിടെ ആദിവാസി വിവാഹമാണ്. അതും ഈ കാടും മേടും ഒന്നാണെന്ന് കാണാനും
ഇപ്പൊ ആദിവാസികളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മളെക്കാൾ വളരെ താഴെയുള്ളവരാണെന്നാണ്. പക്ഷെ അവരെ ചെന്ന് കണ്ടപ്പോഴാണ് അവർ നമ്മളെക്കാൾ എത്രയോ ഉയരത്തിലാണ് ജീവിക്കുന്നത്, മനസ്സുകൊണ്ട് എന്ന് നമുക്ക് തോന്നി. അപ്പൊ അവരെ എല്ലാം കൂടി 216 യുവാക്കളെയും 216 യുവതികളെയും അവരുടെ നാട്ടിൽ നമ്മളൊക്കെ എൻഗേജ്മെന്റ് നടത്തുന്ന പോലെ അവരുടെ ഗോത്ര ആചാരപ്രകാരം അവരുടെ ഗോത്ര മൂപ്പന്മാരെ കൂടി സാക്ഷി നിർത്തി അവിടെ സത്യമംഗലം, അട്ടപ്പാടി, അകളി, ഇടുക്കിയിലൊക്കെ, കുമളി ഒക്കെ ഞങ്ങൾ പോയി അതെല്ലാം കണ്ടപ്പോൾ നമുക്ക് വെറുതെ അങ്ങ് ജീവിച്ചു പോകുന്നതല്ല നമ്മുടെ ഒരു ജീവിത ശൈലി. മറിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നവരെ അടയാളം ഉണ്ടാക്കിയിടുന്നത് ശ്രേഷ്ഠമാണെന്ന് കരുതി ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിലും കൂടുതൽ ഞാൻ വ്യാപൃതനാകുകയാണ് ചെയ്തത്. സ്വാമി, ആത്മീയ മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അതുപോലെ കുടുംബങ്ങൾ, ഇവർക്കൊക്കെ കൊടുക്കാനുള്ള സ്വാമിയുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം എന്തായിരിക്കും? ഒന്ന്, എൻ്റെ എളിയ അഭിപ്രായം, ഇതൊരു നിഷ്കാമ കർമ്മമായിരിക്കണം. ഇതൊരു ഗവൺമെന്റ് ജോലിയല്ല, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഉടമസ്ഥന്റെ താഴെ ചെയ്യുന്ന ജോലിയല്ല. ഇതൊരു ഭാരതീയ ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ, ഒരു ഡിവോഷൻ, അത് ഡിസിപ്ലിനോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതിലധികം ഈശ്വരൻ തരും. അതിൽ ജാതി ചിന്തയോ രാഷ്ട്രീയ ചിന്തയോ വരരുത്. രാഷ്ട്രീയ ചിന്ത അല്പവും പോലും വരരുത്. ആളുകൾ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി കൂട്ടിയിട്ടെ, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. 2, ഇപ്പോൾ അരിപ്പൊടി തന്നാൽ അമ്മ പുട്ടുണ്ടാക്കും, അപ്പം ഉണ്ടാക്കും, ഇടിയപ്പം ഉണ്ടാക്കും. ഇതേപോലെ ജാതിയെ കാണും. ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, നമ്മളെല്ലാം ശ്വസിക്കുന്നത് ഒരു വായുവാണ്, കുടിക്കുന്നത് ഒരു വെള്ളമാണ്, ഒരു വെളിച്ചമാണ്. ആളുകൾ തന്നാൽ അതിനൊരു ലിമിറ്റുണ്ട്. ഗുരുവും ഈശ്വരനും തന്നാൽ പരിധിയില്ല. പുരാണത്തിൽ പറയും, ചോദിച്ചാൽ അതേ തരും, ചോദിക്കാതിരുന്നാൽ എല്ലാം തരും. അപ്പൊ ചോദിക്കാതിരിക്കുന്നതാണ് നമുക്ക് ലാഭം, ഭൗതികമായും ആധ്യാത്മികമായും. എൻ്റെ അനുഭവം അതാണ്. ഒന്നും നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ നമുക്ക് വേണ്ടത് നമുക്ക് ലഭിച്ചോളും എന്നൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, ഒപ്പം ഒരു വിരോധവും ആരോടും പുലർത്താതെ. നമ്മളോട് സ്നേഹമില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയുകയും, അയാൾ ഇന്നത് പറഞ്ഞു, ആ ആൾ ഇന്നത് ചിന്തിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മളും വന്ന് പറയുന്നവരുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ചേറിനകത്താണ് താമര നിൽക്കുന്നതെങ്കിലും താമര ദളത്തിൽ ചേറില്ല. ചേമ്പ് നിൽക്കുന്നത് വെള്ളത്തിലാണെങ്കിലും ചേമ്പല വെള്ളം സ്വീകരിക്കില്ല. കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ എല്ലാവരെയും നന്നാക്കാനൊന്നും അല്ല ഇത്, അത് പറ്റില്ല. ഗുരുക്കന്മാരും ഈശ്വരന്മാരും വിചാരിച്ചിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ നമുക്ക് നന്നാവാം. നേരത്തെ മാഡം പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നന്നാവാം. നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് ഒരു നല്ല ആശയം നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഒരാഴ്ച താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയേ ഈശ്വരൻ ആഗ്രഹിച്ചുള്ളൂ. അപ്പൊ എൻ്റെ എളിയ അഭിപ്രായം, ക്ഷേത്രക്കാരായാലും അമ്പലക്കാരായാലും, പക്ഷെ അമ്പലക്കാരെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമില്ല. ഒരു പ്രദേശത്തെ ആളുകൾ ഒത്തുചേരുന്നു, പല ജാതിയിലും കക്ഷിയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ളവർ ഒരേ അമ്മ പെറ്റ മക്കളെ ഒന്ന് നിഷ്കാമമായി, ഒന്നും പ്രതിഫലേച്ഛയില്ലാതെ, ഇത് എൻ്റെ ഒരു വലിയ ദൗത്യമാണ്. എൻ്റെ സാമ്രാജ്യം ഈ പ്രപഞ്ചമാണ്. അതിലെ ഒരു അണുവാണ് ഞാൻ. വേറെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ ഒരു പ്രത്യേക പരിധിയിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റും. ഇത് അനന്തമാണ്, അജ്ഞാതമാണ്. ഒരു കടലിന്റെ തീരത്ത് ചെന്ന് തിരമാല കണ്ടിട്ട് കടൽ കണ്ടു എന്ന് പറയുന്ന പോലെ ഒരു കർമ്മമാണ്. അപ്പൊ അതിൽ ആ വലിയ പ്രകൃതിയും വലിയ ഗുരുത്വവും നമ്മളെ അനുഗ്രഹിക്കും. അതിന് തെളിവാണ് നമ്മളെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന, ഒരു കുടുംബത്തിന് കൊടുക്കാൻ കഴിയുന്ന, ഒരു സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന സന്ദേശം. അതുകൊണ്ടാണ് ഗുരുക്കന്മാരെല്ലാം നിഷ്കാമ കർമ്മങ്ങൾ ചെയ്താലേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും വിജയിക്കാനും സാധിക്കൂ എന്ന് പറഞ്ഞ തിയറി നമുക്ക് പ്രാക്ടിക്കലായി ബോധ്യപ്പെടും. അതിന് എത്ര വലിയൊരു അവസരമാണ് ഈശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈശ്വരനോടൊപ്പം ഇരുത്തി തച്ചുശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം ഇതൊക്കെ നിർണയിച്ച ഒരു സ്ഥാനത്താണ് ജീവിതത്തിൽ ഭൂരിഭാഗം സമയം ഇരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കണ്ട്, അപ്പൊ ദേവൻ പറഞ്ഞതെന്താണ്, ഗുരുക്കന്മാർ പറഞ്ഞതെന്താണ്, അത് പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ കടമ. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കർമ്മമല്ല, വലിയവർ ചെയ്യിച്ച കർമ്മം. നമ്മളെ കൊണ്ട്, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഗുരുവും ഈശ്വരനും ചെയ്യിക്കുകയാണ്. നിങ്ങളും അങ്ങനെ വേണം. ആരോടും വിരോധം പ്രഖ്യാപിക്കാതെ, അകൽച്ച പാലിക്കാതെ, ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സിനെ കേന്ദ്രീകരിച്ചാണ് ഈ കർമ്മം. ബാക്കിയെല്ലാം ശാരീരികമാണ്.
അപ്പൊ ശാരീരികമായ കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്ന സുഖം താൽക്കാലികമാണ്. ഈ കർമ്മത്തിന്റെ സുഖം വളരെ അനന്തമാണ്, അവിരാമമാണ്, മനോജ്ഞമാണ്, മനോമോഹനമാണ്, മനോഭിരാമമാണെന്ന് നമുക്ക് അവരോട് പറയാം. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. നമ്മളിപ്പം ചെയ്യുന്ന പോലെ ചെയ്തില്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുക, ഒന്ന് പരസ്പരം സംസാരിക്കുക, മുതിർന്നവരെ മാനിക്കുക, കുട്ടികളെ സ്നേഹിക്കുക. സമൂഹത്തിൽ ഇറങ്ങിയാലും അവർ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതിനേക്കാൾ കൂടുതൽ ഭക്ഷണവും വെള്ളവും കുടിച്ചത് സമൂഹത്തിൽ നിന്നാണ്. അപ്പൊ അവരോട് എനിക്കൊരു ബാധ്യതയുണ്ട്. വീട്ടിൽ കിടന്നതിനേക്കാൾ കൂടുതൽ സമയം കിടന്നത് അവർ കാണിച്ചു തന്ന സ്ഥലത്താണ്. അപ്പോൾ വീട് പോലെ നാടിനെ കാണാൻ, അവിടെയാണ് ലോകാസമസ്ത സുഖനോ ഭവന്തോ പ്രാക്ടിക്കലാവുന്നത്. ഇതും എൻ്റെ വീടാണ്, ഇവിടുത്തെ കുട്ടിയും എൻ്റെ കുട്ടിയാണ്, ഇവിടുത്തെ അമ്മയും എൻ്റെ അമ്മയാണ്. ഈ ഒരു തോന്നൽ ഉണ്ടാക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ്. ഇതൊരു ചെറിയ കാര്യമായി കാണാതെ എനിക്ക് സമൂഹത്തിനോടൊരു വലിയ ബാധ്യതയുണ്ട്. അത് ക്രൈസ്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുള്ളതുപോലെ, മുസ്ലിമിന് അത് പറഞ്ഞു കൊടുക്കാൻ യൂണിഫോം ഇട്ട ആളുള്ളതുപോലെ നമുക്കില്ല. അതും പറയണം. ഒരു അമ്മയും തൻ്റെ മകനെ ഇതിനെ അയക്കാമെന്ന് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മകൻ പോലും ഇതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആ കുറവുകൾ പരിഹരിക്കാൻ നമുക്ക് കിട്ടിയ ഒരു വലിയ അവസരം, നമുക്ക് ഈശ്വരൻ അപ്പോയിന്റ് ചെയ്ത, ഗുരു അനുഗ്രഹിച്ച ഒരു നിയോഗം, അതിലേക്ക് ചെന്നെത്താൻ എല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞത് കണ്ടുപിടിക്കുമ്പോൾ സമൂഹം എല്ലാം മാറിയില്ലേലും ഒരു 100-50% മാറിയാലും അതൊരു മാറ്റം വരും, സന്തോഷമാവും. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇന്ന് സമയം ചെലവഴിച്ച സുനിൽ പള്ളിക്കൽ സ്വാമികളാണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തി വന്നിട്ടുള്ള എക്സ്പീരിയൻസും, പിന്നെ നമുക്ക് ഹിന്ദു സമൂഹത്തിനും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചു തന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് നന്ദി. അല്ല, എനിക്ക് നന്ദി പറയാനല്ല വേണ്ടത്, ഞാനാണ് നന്ദി പറയുന്നത്. കാരണം ഈശ്വരീയമായ ഒരു തലത്തിൽ എന്നെ കൂടി ചേർത്ത് അതിൽ പങ്കാളിയാക്കിയതിൽ ഞാനാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്. എൻ്റെ ഒരു കർമ്മത്തിൽ ഒരു കർമ്മമായി ഞാനും ഇതിനെ കാണുന്നുള്ളൂ. പക്ഷെ ഒട്ടേറെ പേരെ കണ്ടെത്തുന്ന കൂട്ടത്തിൽ ആ താളിൽ എൻ്റെ പേര് കൂടി ചേർത്ത് എൻ്റെ ആശയം കൂടി കേൾക്കാൻ സന്മനസ് കാട്ടിയതിന് ഞാൻ എല്ലാ നന്ദിയും രേഖപ്പെടുത്തും.